ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് പുഡിങ്ങുമായിട്ടാണ് കേട്ടോ. നമുക്ക് ഈ ലോക്ക്ഡൗൺ ടൈമിൽ പെരുന്നാളിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പീസാണ്. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരി പേര് ട്രൈ ചെയ്തിട്ടുള്ള ഒരു രണ്ട് റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയ സോസ് പാനിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനകത്തോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളത്തിന് 1/2 കപ്പ് പഞ്ചസാരയാണ് കറക്റ്റ്. അപ്പോൾ ഇനി നമുക്കത് ഒരു നൂൽപ്പരുവാവാനൊന്നും കാത്തു വെക്കേണ്ട. അത് ജസ്റ്റ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയാൽ മതി. അപ്പം നന്നായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2-3 ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ ഏലക്കപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇതിനങ്ങനെ ചൂട് വേണമെന്നൊന്നുമില്ല, ഇത് അവിടെ ആക്കി വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് സോസ് പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കുക. കോൺഫ്ലോർ ഉണ്ടെങ്കിലാണ് ഇത് കറക്റ്റ് ആ ഒരു ടെക്സ്ചർ കിട്ടുക. ഇനിയിപ്പോൾ കോൺഫ്ലോർ ഇല്ലാത്തവർ മൈദ വെച്ച് ചെയ്ത് നോക്കും, എനിക്ക് അറിയില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്നുള്ളത്. അതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് പാലൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് പൊടിയെല്ലാം മിക്സ് ആയതിനു ശേഷം നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മൊത്തത്തിൽ 1/2 ലിറ്റർ പാലേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഒന്ന് കുറച്ച് ഒഴിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു റസ്ക് ആണ്. ഏത് ഫ്ലേവർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഏലക്ക ഫ്ലേവർ ഉള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് പുഡിംഗ് ട്രേയിൽ ഏത് പാത്രത്തിലാണോ സെറ്റ് ആവാൻ വെക്കുന്നത് ആ പാത്രത്തിൽ ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് എല്ലാവരുടെയും ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് റസ്ക് വെച്ചിട്ട്. ഇനി നമുക്ക് അതങ്ങ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല പുഡിങ്ങിൻ്റെ മിക്സ് ഉണ്ടല്ലോ, പാലൊക്കെ ഉള്ളത്. അപ്പോൾ അതൊന്ന് നമുക്ക് നല്ല കട്ടിയാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര 1/4 കപ്പ് മതിയാവും, കാരണം നമ്മൾ ഷുഗർ സിറപ്പ് ഉള്ളത് കൊണ്ട് ഈ പഞ്ചസാര മതിയാവും. അപ്പോൾ അതിതേ തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് സമയമേ വേണ്ടുള്ളൂ, 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് കട്ടിയായിട്ട് കിട്ടും. ഇപ്പോൾ ഇതേ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നല്ല തിക്കായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ചൂടാറുമ്പോൾ തന്നെ നല്ലോണം തിക്കായി പോകും. അപ്പോൾ ചൂടോടെ തന്നെ ഇനി നമുക്ക് ഇത് ഒഴിച്ച് വെക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ റസ്കിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം നല്ലപോലെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് വെള്ളം പോലെ താഴെ കിടപ്പുണ്ടാവും, കുഴപ്പമൊന്നുമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ ആ റസ്ക് നന്നായിട്ടൊന്ന് സോക്കായിക്കോളും. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മിക്സിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എല്ലാവരുടെയും ഒന്ന് കവർ ചെയ്തെടുക്കുക. എന്നാലേ റസ്കിൽ നന്നായിട്ട് എല്ലാവരുടെയും പിടിക്കുകയുള്ളൂ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് നട്ട്സ് ആണ്. അപ്പോൾ നട്ട്സ് എത്രത്തോളം കൂടുതൽ ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ അവിടെ കുറച്ച് ബദാം, അതേപോലെ തന്നെ കുറച്ച് പിസ്ത ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വീണ്ടും റസ്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ റസ്ക് മൊത്തമായിട്ട് കവർ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഞാനത് ആദ്യം ഒഴിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ വീണ്ടും എല്ലാം മാറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ മറന്നു പോരുത്, എന്തായാലും ഇതിൻ്റെ മേലയിൽ നല്ലപോലെ ഷുഗർ സിറപ്പ് ഒന്ന് സോക്ക് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ പുഡിംഗ് മിക്സ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ തിരക്ക് ചെയ്തപ്പോൾ ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ നന്നായിട്ട് നമ്മളിത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഷുഗർ സിറപ്പ് ഒഴിച്ചാലേ നന്നായിട്ട് സോക്കായി കിട്ടുള്ളൂ. ഇനി നമുക്ക് വീണ്ടും കുറച്ചധികം നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് നട്ട്സ് ഇടാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്തോളൂ. ഉണ്ടെങ്കിൽ കുറച്ചധികം ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതൊരു 4 മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം, സെറ്റാകാൻ വേണ്ടി. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ്. ഒരു 3-4 മണിക്കൂർ കുറഞ്ഞത് വെക്കുക. ഇപ്പോൾ ഇതേ നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായി. നമ്മൾ സാധാരണ ബ്രെഡ് പുഡിംഗ് കഴിക്കുന്ന പോലെയല്ല. റസ്ക് ആയതുകൊണ്ട് ബ്രെഡിൻ്റെ ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കരുത്. കുറച്ചുകൂടെ ക്രഞ്ചിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതൊരു പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് ശരിക്കും ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതേ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടെയാണ് കേട്ടോ. ഇതേപോലെ തന്നെ നല്ല കിടുക്കനായിട്ടുള്ള അടുത്ത റെസിപ്പി നമുക്ക് നോക്കാം.
അപ്പോൾ നമ്മുടെ അടുത്ത റെസിപ്പി എന്ന് പറഞ്ഞാൽ ക്യാരറ്റും പാലും വെച്ചിട്ടുള്ള ഒരു കിടുക്കനായിട്ടുള്ള പുഡിങ്ങാണ്. കഴിഞ്ഞ പെരുന്നാളിന് ഒരുപാട് പേര് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കണം. ക്യാരറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലുപ്പമുള്ള 5 ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ഈ പുഡിങ് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഈ ക്യാരറ്റ് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ക്യാരറ്റ് നന്നായിട്ടൊന്ന് ചുരുങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചുരുങ്ങി വരിക എന്ന് പറയുമ്പം ക്യാരറ്റ് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ടാവും. ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്നും എപ്പോഴും എല്ലാവരുടെ വീട്ടിലില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാരയിൽ തന്നെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. പഞ്ചസാര ചേർക്കുമ്പോൾ ഇത് നല്ലപോലെ സോഫ്റ്റായിട്ട് വരും. ഇനി നമുക്കിതിനകത്തോട്ട് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പാലിന് പകരമായിട്ട് വേണമെങ്കിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് നമുക്കിനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ ഒഴിച്ച പാല് നന്നായിട്ട് വറ്റിയിട്ട് നല്ല കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പോഴേക്കും ക്യാരറ്റ് നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആവും. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് 2 ഏലക്ക ഒന്ന് കുത്തിയിട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്താലും മതി. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ആ പാലൊക്കെ നന്നായിട്ട് വറ്റി, ക്യാരറ്റ് നല്ല സോഫ്റ്റായി. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. ബ്രെഡും കൂടെ ചേർക്കുമ്പോഴാണ് ഇത് കറക്റ്റായിട്ടൊരു അടിപൊളി പുഡിങ്ങായിട്ട് വരുന്നത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് പീസ് നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഒരു ബ്രെഡിനെ 4ആയിട്ട് കട്ട് ചെയ്താൽ മതി. ഞാൻ ടോട്ടൽ 8 ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആ ഒരു ബ്രെഡിൻ്റെ സൈസിനനുസരിച്ച് 8ഓ 10ഓ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ബ്രെഡ് ഈ പുഡിങ്ങിൽ കിടന്ന് സോഫ്റ്റായിട്ട് അലിഞ്ഞു പോവില്ല, ഇടയ്ക്ക് കടിക്കാൻ കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ ആ സമയത്ത്. അപ്പോൾ ഇതേ 2 സൈഡും നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. നമുക്കിനി അത് അവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ പുഡിങ്ങിൻ്റെ ബേസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു സോസ് പാനിലോട്ട് 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നുണ്ട്. ഇതിന് കസ്റ്റാർഡ് പൗഡർ തന്നെയാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അത് കിട്ടൂല എന്നുള്ളവർ മാത്രം വേണമെങ്കിൽ പകരം കോൺഫ്ലോർ എടുത്ത് ചെയ്യാം. കോൺഫ്ലോർ ആണ് എടുക്കുന്നതെങ്കിൽ എന്തെങ്കിലും എസൻസ് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പിൻ്റെ 1/2 കപ്പിൻ്റെ ഇടയിൽ അത്രയേ വേണ്ടി വരുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങളൊരു 1/4 കപ്പ് ചേർക്കുക. എന്നിട്ട് ലാസ്റ്റ് നോക്കിയിട്ടൊന്ന് ചൂടാക്കുന്ന സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ മധുരം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഒരു ഇച്ചിരി പാലൊഴിച്ചിട്ട് ഞാൻ ഒരു 1/2 കപ്പോളം പാലൊഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം കസ്റ്റാർഡ് പൗഡർ നല്ലോണം മിക്സ് ആവണം, കട്ടയായിട്ട് ഇരിക്കാൻ പാടില്ല. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പഞ്ചസാര അലിയണം എന്നൊന്നുമില്ല, ജസ്റ്റ് എല്ലാം കൂടി മിക്സ് ആയാൽ മതി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ബാക്കി പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കാൻ പോവുകയാണ്. ചൂടാക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാം. എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയും. അപ്പോൾ ഇളക്കി കൊടുക്കണം, അത് മറന്നു പോകരുത്. അപ്പോൾ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഇത് കുറുകി തുടങ്ങും, പെട്ടെന്ന് തിക്കായി തുടങ്ങും. അങ്ങനെ കുറുകുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അപ്പോൾ ഒരു മിനിറ്റും കൂടെ കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലാവും. ഇനി നമുക്ക് ഒരുപാട് നേരം വെക്കണ്ട, പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇതിൽ ബബിൾസൊക്കെ അപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും ഇതുപോലെ. ഇനി നമ്മൾ ചൂടാറുന്ന സമയത്ത് ഇത് തിക്കായി പോവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് അതിനകത്തോട്ട് നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡ് പീസസ് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുഞ്ഞു കുഞ്ഞു ബൗളിലാക്കി ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ലതാണ്. അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചൂടുള്ള കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിക്കരുത്, കാരണം നമ്മളിത് 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ബ്രെഡ് ഒന്ന് കവറായിട്ട് വരണം. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ക്യാരറ്റ് ഹൽവ ചേർത്ത് കൊടുക്കാം. എല്ലായിടെയും ഒന്ന് നന്നായിട്ട് ആക്കി കൊടുക്കുക. ക്യാരറ്റ് നമ്മൾ 2 ഭാഗമാക്കിയിട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരു ലെയർ ആദ്യം വെക്കാം, അതിനുശേഷം ബാക്കിയുള്ളത് മേലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു ഫസ്റ്റ് ഹാഫ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇതിൻ്റെ മേലയിൽ ബ്രെഡ് വെക്കാൻ പോവാണ്. ബാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ട്, അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം.
ഈ ബ്രെഡ് ഇങ്ങനെ വെക്കുന്ന സമയത്ത് പുഡിംഗ് സെറ്റ് ആയാലും ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കടിക്കുമ്പോൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടെങ്കിൽ നിങ്ങൾ ഫ്രൈ ചെയ്യാണ്ട് ചേർത്തോളൂ. പക്ഷേ ഇങ്ങനെയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ബ്രെഡ് വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കസ്റ്റാർഡ് മുഴുവൻ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വന്നിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ അതേ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ആ പകുതി ഉണ്ടല്ലോ ക്യാരറ്റ്, അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് ക്യാരറ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് നല്ലോണം ചൂടാറാൻ വെക്കാം. അതിനുശേഷം നമുക്കൊരു കുറഞ്ഞതൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വെക്കാം. തണുത്തിട്ട് തന്നെ കഴിക്കണം, അപ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും വെക്കുക. ഞാനിപ്പോൾ ഒരു 6 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് മാറ്റാം. നമ്മൾ ബ്രെഡൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലെ ആ ക്യാരറ്റിൻ്റെ ലെയർ പൊട്ടാതെ ശ്രദ്ധിക്കണം. എടുത്ത് ഞാനിപ്പോൾ പ്ലേറ്റിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള പുഡിങ്. ഇതിൻ്റെ ലെയർ നമുക്ക് കാണാൻ പറ്റും, ക്യാരറ്റിൻ്റെ ആ ലെയർ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ കഴിക്കുന്ന സമയത്ത് ആ ക്യാരറ്റും കൂടെ മിക്സായി വരുന്ന രീതിയിൽ വേണം നമ്മൾ കഴിക്കാനായിട്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ, കഴിക്കാൻ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ചുമ്മാ പറയല്ല, എന്തായാലും ട്രൈ ചെയ്യുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഈ കിടിലം പുഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.